ലളിതാ സഹസ്രനാമം എവിടെ നിന്ന് വന്നു എന്നതിനുള്ള ഉത്തരം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശ്യന്നാദി വാഗ്ദേവതാ ഋഷ്യ അനുഷ്ടുപ് ഛന്ദ എന്ന്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഹയഗ്രീവനും അഗസ്ത്യരും തമ്മിലുള്ള സംവാദത്തിൽ ദേവിയെക്കുറിച്ച്, ലളിത ത്രിപുര സുന്ദരിയെക്കുറിച്ച് വർണ്ണിക്കുവാൻ അഗസ്ത്യർ പറയുമ്പോൾ ഹയഗ്രീവ മഹർഷി പറയുന്ന വർണ്ണനകൾ അത് സാക്ഷാൽ ദേവിയുടെ ആഗ്രഹപ്രകാരം, ലോകത്തിന് മംഗളം വരുവാൻ വേണ്ടി ദേവി ആഗ്രഹിച്ച പ്രകാരം ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷരായ വാഗ്ദേവതമാരാൽ എഴുതപ്പെട്ടു എന്നാണ് പറയുന്നത്. വാഗ്ദേവത എന്നാൽ 8 ദേവതമാരാണുള്ളത്. നമ്മൾ കരുതുന്ന ഒരു ദേവസങ്കല്പമല്ല അത്. വാക്കിൻ്റെ, നമ്മുടെ സംസാരത്തിൻ്റെ, വാക്യത്തിൻ്റെ അർത്ഥതലങ്ങളുടെ സമ്പൂർണതയാണ് ആ 8 ദേവിമാർ. വശ്യന്നാദി വാഗ്ദേവതമാർ. ആദ്യത്തെ ദേവത വശിനി എന്ന ദേവതയാണ്. വശിനി എന്ന് വെച്ചാൽ വശീകരിക്കുക, മോഹിപ്പിക്കുക, സമ്പൂർണ്ണ അർത്ഥം മനസ്സിലേക്ക് തരിക, അതാണ് വശിനി. പിന്നീടുള്ളത് കാമേശിയാണ്. ഇച്ഛാശക്തി സ്വരൂപിണിയാണ് അമ്മ. നമ്മുടെ മനസ്സിലെ ആഗ്രഹം തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ എന്ന് കുമാരനാശൻ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലെ ആ അർത്ഥത്തെ പൂർണ്ണമായും വാക്യമാക്കുന്ന കാമേശി. മോദിനി എന്നാൽ മറ്റുള്ളവന് സന്തോഷം നൽകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വാക്കാണ് മോദിനി. പിന്നീട് അരുണവർണ്ണം, സൂര്യൻ്റെ വർണ്ണത്തോടെയുള്ള ശാസ്ത്രബോധം തെളിഞ്ഞു നിൽക്കുന്ന വാക്കാണ് അരുണ. പിന്നെ ജയേഷി, ജയപ്രദാനം നൽകുന്ന വാക്കാണ് ജയേഷി. പിന്നീട് വിമല എന്നാൽ വളരെ നൈർമല്യമുള്ള, നിഷ്കളങ്കതയുള്ള, സത്യസന്ധമായ വാക്കാണ്. അതിൽ അസത്യം എന്നതില്ല, അതാണ് വിമല. പിന്നെ കൗളിനി എന്നാൽ രഹസ്യ സ്വഭാവമുള്ള എന്നാണ് ആ ഒരു അർത്ഥം. കൗളമാർഗ തൽപര എന്ന ദേവിയെ പറയുന്നുണ്ട്. അത്തരം വാക്കുകൾ. പിന്നെ സർവേശി എന്ന് വെച്ചാൽ എല്ലാത്തിനും അധികാരിയായി നിൽക്കുന്ന ദേവി എന്നാണ് സർവേശി എന്ന അർത്ഥം ആക്കുന്നത്. അതായത് നേതൃപാടവം അല്ലെങ്കിൽ കമാൻഡിങ് പവറുള്ള ദേവി. അങ്ങനെ 8 ദേവതമാർ, ആ 8 വാഗ്ദേവതമാർ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അത്രയും പവിത്രമായ പദാവലി കൊണ്ട് ദേവിയെ വർണ്ണിക്കുകയാണ് ലളിതാ സഹസ്രനാമത്തിൽ. അതുകൊണ്ട് തന്നെ മറ്റ് സഹസ്രനാമങ്ങളെ വെച്ച് നോക്കുമ്പോൾ ലളിതാ സഹസ്രനാമം മറ്റെന്തിലും നിന്നും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നു.